മദ്യക്കമ്പനികളുടെ ഏജന്റുമാരിൽ നിന്നും 8,000 രൂപ പാരിതോഷികം വാങ്ങുമ്പോൾ വിജിലൻസ് പിടികൂടിയ പാലക്കാട് മുണ്ടൂർ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരനാണ്. ഇത് പേര് ഉണ്ണികൃഷ്ണൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പോലും. അപ്പോൾ ബാക്കിയുള്ള ജീവനക്കാർക്കുള്ളതോ എന്ന് ചോദിച്ചാൽ അവർക്കുള്ള തുക കവറിലാക്കി മാനേജരെ ഏൽപ്പിച്ചിരുന്നു. 23,000 രൂപയാണ് വിജിലൻസ് മാനേജറുടെ മേശയിൽ നിന്നും കണ്ടെത്തിയത്. എന്തിനാണ് മദ്യക്കമ്പനികൾ ബിവറേജിലെ ജീവനക്കാർക്ക് പണം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ സാധനങ്ങൾക്ക് പ്രമോഷൻ നൽകണമെന്ന്. ഒരു സ്ക്വയർ ഫീറ്റിൽ ഡിസ്പ്ലേക്കിൽ സാധനം വെക്കണമെങ്കിൽ 3,000 രൂപ മുതൽ 5,000 രൂപ വരെ നൽകണം. ഒരു കേസ് മദ്യം വിൽക്കണമെങ്കിൽ 40 രൂപ നൽകണം. നൽകാത്ത കമ്പനികളുടെ മദ്യമൊന്നും പ്രമോഷനും നൽകില്ലെന്ന്. ദോഷം പറയരുത്, എല്ലാ കമ്പനികളും 15 ദിവസം കൂടുമ്പോൾ പണം നൽകുന്നത് കൊണ്ട് പാവം ജവാനും സർക്കാർ സാധനങ്ങളും ഒഴികെ ബാക്കി എല്ലാ ബ്രാൻഡുകൾക്കും മികച്ച വിൽപ്പനയാണെന്ന്. പാവം കുടിയന്മാർക്ക് അറിയില്ലല്ലോ അവരെ പോലും പറ്റിക്കുന്നത്. കേരളത്തിലെ വിവിധ ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് നൽകുന്നതിനായി കവറിലാക്കി സൂക്ഷിച്ച പണവും ഏജന്റുമാരിൽ നിന്നും വിജിലൻസ് പിടികൂടി. വിജിലൻസ് DYSP CM ദേവദാസന് നേതൃത്വം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഒരു കമ്പനിയിൽ നിന്നും മാത്രം 2 ലക്ഷം രൂപയിലധികം പിടികൂടിയത്. ബ്ലാക്ക് സല്യൂട്ട് എന്ന ബ്രാൻഡിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ ഏജന്റുമാരിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ പണം വാങ്ങിയത്. ഉണ്ണികൃഷ്ണൻ സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സഹകരണ വകുപ്പിന്റെ കീഴിലാണ് കൺസ്യൂമർ ഫെഡ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സഹകരണമൊക്കെ ആരാണ് പ്രതീക്ഷിക്കാത്തത്? പക്ഷെ വിജിലൻസുകാർ അത്ര സഹകരണമുണ്ടെന്ന് തോന്നുന്നില്ല. കൺസ്യൂമർ ഫെഡ് MDക്ക് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് ഒരുങ്ങുന്നത്. ബാക്കിയൊക്കെ ഇനി എന്താകുമെന്ന് കണ്ടറിയണം.